ജ്യോതിർഘോഷ് നമസ്കാരം. നമസ്കാരം. ഇനി കഷ്ടി 4 ദിവസമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കാനായിട്ട്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജ്യോതിർഘോഷിൻ്റെ അനുഭവം വെച്ചിട്ട്. ഇതൊരു നെയിൽ ബൈറ്റിംഗ് ഫിനിഷായിട്ട് മാറിയിട്ടുണ്ടോ, അതോ ഇത്രയും സംഘർഷം നിറഞ്ഞ സംഘർഷഭരിതമായ തെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ടോ? കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഈ ഒരു രീതിയിൽ നടക്കുന്നത് ആദ്യമായിട്ട് ഒരു ത്രികോണ മത്സര തെരഞ്ഞെടുപ്പാണ് ഇപ്രാവശ്യം നടന്നിരിക്കുന്നത്. അത് കേരളത്തിലെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. റിസൾട്ട് എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബി ജെ പി ഒരു മുന്നണി നന്നായിട്ടുണ്ടാക്കി നിർണായകമാവുകയാണ് ചെയ്യുന്നത്. കാര്യം പല മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബി ജെ പി മാറുന്നു. ചില മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കാനും സാധ്യതയുണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതാണിപ്പം നമ്മൾ ഈ ഇലക്ഷൻ്റെ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം അതാണ്. നമുക്കതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ കോൺഗ്രസ്സിനും അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന UDF ഒരു അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം അവർ 115 സീറ്റ് വരെ ജയിക്കും എന്നാണ് ആദ്യമേ തൊട്ട് പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസവും അന്നും അവർ പറഞ്ഞു 100-115 ഇടയ്ക്ക് സീറ്റ് ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിന് ശേഷം അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിലൊരു ചെറിയ ഇടിവുണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതേസമയം ഇടതുപക്ഷ മുന്നണി തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് ഒന്നുമില്ല. ദേ ആർ കോൺഫിഡൻറ്റ്. അവരവരുടെ ഡേ ടു ഡേ വർക്കുമായിട്ട് മുൻപോട്ട് പോകുന്നത് കാണാം. ബി ജെ പിയും പൊതുവെ വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കണില്ല. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ഒരു ഹാങ് നിയമസഭയ്ക്കാണ് സാധ്യത. BJP വിൽ പ്ലേ ഇറ്റ്സ് ക്രൂഷ്യൽ റോൾ എന്ന് പറഞ്ഞു. അതെന്തെങ്കിലും ആട്ടെ. പക്ഷേ അങ്ങനെ ഒരു തോന്നൽ ജ്യോതിർഘോഷിനുണ്ടോ? എനിക്ക് തോന്നുന്നത് UDF അവർ ആൾമോസ്റ്റ് ജയിച്ച കണക്കാണ് അവർ പെരുമാറുന്നത്. കാരണം അവരുടെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളവർ തമ്മിലുള്ള അടിയിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അവർ ജയിക്കുകയാണ് എങ്കിലുണ്ടാകുന്ന അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ UDF മാറി. ഇപ്പോൾ രമേശ് ആയിരിക്കണോ, KC വേണുഗോപാൽ ആയിരിക്കണോ, VD സതീശനാണോ എന്നുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു അമിത ആത്മവിശ്വാസമാണോ, അതിനും അപ്പുറത്തുള്ള ഒരു ലെവലിൽ എത്തി നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് സാധനം. അപ്പോൾ അതിന് അവർ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താനായിട്ടുള്ളൊരു റീസൺ അവരുടെ പിന്നിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് ശരിക്കും റിവേഴ്സലാണ് നടന്നിരിക്കുന്നത്. അതായത് LDF ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ 2025 തദ്ദേശ സ്വയംഭരണം അതിനു മുമ്പ് നമ്മൾ 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ 72% ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്കൊരു ഇത് സാന്നിധ്യം ഉണ്ടായിരുന്നതെങ്കിൽ UDF 36%. അത് നേരെ തിരിച്ചിപ്പോൾ വന്നു. മനസ്സിലായില്ലേ? അതൊരു ഭയങ്കര ഒരു മാറ്റമാണ് സാർ. അതാണ് ഇവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഘടകം. മാത്രമല്ല VD സതീശൻ പോലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞേക്കുന്നത് ഇത്രയും വലിയ വിജയം ഉണ്ടാകാനുള്ള കാരണം ഞങ്ങൾ പഠിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം സാധാരണ തോക്കുന്നതിൻ്റെ കാര്യമാണ് സാറിന് പഠിക്കുക. പക്ഷേ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വോട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു അവരുടെ ഒരു ആത്മവിശ്വാസം. പിന്നെ അതോടൊപ്പം തന്നെ പൊതുവിൽ പോളിംഗ് ദിവസം കണ്ട വോട്ടേഴ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. മറിച്ചെന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര അത്ഭുതമായിരിക്കും. ഒന്നുകിൽ അതല്ലെങ്കിൽ വളരെ ഈ പറഞ്ഞതുപോലെ LDF വന്നേ പറ്റൂ എന്നുള്ള വാശിയിൽ വന്നിട്ട് ആരെങ്കിലും വോട്ട് ചെയ്താണെങ്കിൽ അത് മഹാത്ഭുതമായിരിക്കും. അതല്ല എങ്കിൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ആവേശം കാണണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് UDFൻ്റെ ഉള്ളൊരു നല്ലൊരു എഡ്ജ് തന്നെയാണ് കാണിക്കുന്ന സാധനം. ഓക്കെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കേരളത്തിൽ 20ഓളം സെലക്റ്റഡ് നിയമസഭാ മണ്ഡലങ്ങളിൽ അത് വളരെ ക്രൂഷ്യലാണ്. കാരണം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന മണ്ഡലങ്ങളാണ് ഇവയെല്ലാം തന്നെ. ഒരു കാരണം കൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ. അപ്പം അതിനെ കുറിച്ചിട്ട് ഒന്ന് ജ്യോതിർഘോഷിൻ്റെ അസസ്മെന്റ് എന്താണെന്ന് ഒന്ന് പറയണം. അതിൽ നമ്മളിപ്പോൾ
തിരുവനന്തപുരത്താണ് നേമവും, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. ഉം. ഈ 3 മണ്ഡലങ്ങൾ ഒന്ന് എടുത്തു നോക്കാം. അതെ. എന്താണ് അങ്ങയുടെ അസസ്മെന്റ് എന്താണ്? നമ്മൾ നേമത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2021 അവിടെ മത്സരിച്ചത് ശിവൻകുട്ടി, കുമ്മനം രാജശേഖരൻ, കെ മുരളീധരൻ. ഈ 3 പേരും സ്റ്റാർ കാൻഡിഡേറ്റ്സ് ആണ് ഓക്കെ. അല്ലേ? എല്ലാ അർത്ഥത്തിലും. എല്ലാ അർത്ഥത്തിലും. മാത്രമല്ല കെ മുരളീധരൻ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും ജയിക്കുമെന്നുള്ളൊരു ധാരണയുള്ള ഒരു പശ്ചാത്തലത്തിലും കൂടെയാണ് കെ മുരളീധരനെ നിയമത്തുകൊണ്ടിട്ടത്. പക്ഷേ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് കെ മുരളീധരൻ അവിടെ പരാജയപ്പെട്ടു. അതായത് വെറും 25.1% വോട്ട് മാത്രമേ കെ മുരളീധരന് പോലും അവിടെ ഇടം കഴിഞ്ഞുള്ളൂ. അവിടെ അന്ന് ശിവൻകുട്ടി ജയിച്ചത് 38.24% വോട്ട് വാങ്ങിയിട്ടാണ്. അവിടെ വട്ടിയൂർക്കാവിൽ നേമത്ത് കുമ്മനം രാജശേഖരൻ അതേ സമയത്ത് 35.54% വോട്ടാണ്. അപ്പോൾ അവിടെ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ ശിവൻകുട്ടിക്ക് അത്രയും വലിയൊരു 3% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശിവൻകുട്ടി അവിടെ ജയിച്ചു കയറുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു മുസ്ലിം കൺസോളിഡേഷൻ, ഒരു ധ്രുവീകരണം നടന്നു. അത് കഴിഞ്ഞ 2020 തിരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ കേരളത്തിൽ മുസ്ലിം സമുദായം LDFനാണ് വോട്ട് ചെയ്തത്. ഉറപ്പാണോ അത്? ആൾമോസ്റ്റ് ഉറപ്പാണ്. അത് മുസ്ലിം സംഘടനകൾ തന്നെ വ്യക്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുള്ള സംഘടനയാണ്, മുസ്ലിം നേതാക്കളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ രക്ഷകരായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പിക്ചറാണ് LDF അവതരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു എഡ്ജ് കിട്ടാൻ കാരണം. മാത്രമല്ല അത്യാവശ്യം മുസ്ലിം സമുദായമുള്ള ഒരു സ്ഥലമാണ്, SDPIയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇപ്രാവശ്യം SDPIയുടെ വോട്ട് തരുവാണെങ്കിൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിവൻകുട്ടി പോലും ആദ്യം പ്രസ്താവന ഇറക്കിയ ഒരു മണ്ഡലമാണ് നേമത്തെ. അപ്പോൾ ഇപ്രാവശ്യം അവിടെ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശബരിനാഥാണ് മത്സരിക്കുന്നത്. അപ്പോൾ ശബരിനാഥിന് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തൊരു ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് നിർത്താൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശബരിനാഥാണ്. മാത്രമല്ല ശബരിനാഥിന് ഒരു ജയിക്കുന്ന മണ്ഡലം വേണമെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാവുന്നതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ശബരിനാഥിനെ അവിടെ വെച്ചൊരു എക്സ്പെരിമെൻ്റ് നടത്തിയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അത് ശരിക്കും പറഞ്ഞാൽ വൻ വിജയമായിരുന്നു. കാരണം ശബരിനാഥനെ മുൻനിർത്തി UDF കോർപ്പറേഷനിൽ മത്സരിച്ച സമയത്ത് 19 സീറ്റ് UDF അവിടെ നേടി. അത് ശരിക്കും പറഞ്ഞാൽ BJP അവിടുത്തെ കോർപ്പറേഷൻ പിടിക്കുന്നതിനെക്കാട്ടി വലിയ വിജയമാണ് യഥാർത്ഥത്തിൽ അത്രയും സീറ്റ് നേടിയെന്നുള്ള സാധനം. അപ്പോൾ അത്രയും ഒരു സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ശബരിനാഥ്. അപ്പോൾ ശബരിനാഥിനെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ശബരിനാഥ് ഇപ്രാവശ്യം അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BJPയുടെ നമ്മുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ നേമം ശ്രദ്ധിക്കുന്നതായിരിക്കും. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ ജയിച്ചു കയറാനുള്ള സാധ്യതയാണ് നമ്മുടെ നിലവിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ രണ്ടാളും നടക്കും. ആ മൈനോറിറ്റി കൺസോളിഡേഷൻ നടക്കുന്ന സമയത്ത് മുരളീധരന് ശബരിനാഥിനത് കൊടുത്തു കഴിഞ്ഞാൽ ശബരിനാഥ് ജയിക്കാൻ സാധ്യതയില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ശബരിനാഥ് നല്ല കാൻഡിഡേറ്റാണ്. മുസ്ലിം മൈനോറിറ്റി തീർച്ചയായിട്ടും ഇപ്രാവശ്യം UDFന് അനുകൂലമായിട്ട് ചിന്തിക്കുകയാണ്. അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അത് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിലും അതല്ല ഇനി ശിവൻകുട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. കാരണം അവിടെ രണ്ടായാലും ഒരു മെജോറിറ്റി കൺസോളിഡേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആ മെജോറിറ്റി കൺസോളിഡേഷൻ സംഭവിച്ചതിൻ്റെ പേരിൽ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ആ വോട്ട് വർദ്ധിക്കും. ആ 3% വോട്ടിന് ഡിഫറൻസേ ഉള്ളൂ. അപ്പം മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് ശബരിനാഥിന് പോയാലും CPM ശിവൻകുട്ടിക്ക് പോയാലും സ്വാഭാവികമായിട്ടും ഈ മെജോറിറ്റി കൺസോളിഡേഷൻ രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി മാറുന്ന കാരണം അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് കൂടുതലും സാധ്യതയുള്ളത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു വട്ടിയൂർക്കാവ് എൻ്റെ ഒരു ബലമായ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ വീണ്ടും പ്രശാന്ത് തന്നെ ജയിച്ചു കയറാനാണ് സാധ്യത. അഡ്വക്കേറ്റ് പ്രശാന്ത് CPMൻ്റെ കാൻഡിഡേറ്റാണ്.
കാരണം അവിടെ ബി ജെ പിക്ക് നല്ലൊരു സ്വാധീനമുള്ള മേഖലയാണ്. ഉം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ വ്യക്തമായി. വ്യക്തമായതായിരുന്നു. പക്ഷേ അവിടെ ഈ ശ്രീലേഖ മുൻ ഡി ജി പി ആണ്, അവിടുത്തെ കൗൺസിലറാണെങ്കിൽ പോലും ഒരു ആ വോട്ടിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വീണ വോട്ടിനെയും കുറേ കൂടുതൽ വോട്ടിനെയും കൂടെ സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല അവിടെ ശ്രീലേഖ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബി ജെ പി പരാജയപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്രീലേഖയുടെ ആ ഒരു സ്ഥാനാർത്ഥിത്വമായിരിക്കും അതിന് കാരണമാകുന്നത്. അവിടെ കെ മുരളീധരനാണ് പിന്നെ കോൺഗ്രസിൻ്റെ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ജയിക്കാൻ സാധ്യതയില്ലേ? കാരണം അദ്ദേഹം വട്ടിയൂർക്കാവിൽ ഫോക്കസ് ചെയ്ത് കുറേ നാളായി വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട്. ആ സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കെ മുരളീധരൻ ഈ പറഞ്ഞതുപോലെ എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ഓടാവുന്ന ഒരു കാൻഡിഡേറ്റാണ്. മനസ്സിലായി, ട്രാവലിംഗ് കാൻഡിഡേറ്റ് ആണെന്നുള്ളൊരു ഫീൽ വന്നിട്ടുണ്ട്. ആ പഴയ സൗഹൃദങ്ങളും പഴയ ബന്ധങ്ങളും ഒക്കെ അദ്ദേഹം നിലനിർത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് എത്രമാത്രം കാര്യക്ഷമമായി മാറും എന്നറിയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഡിഫറൻസ് വളരെ വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ വീണ എസ് നായരായിരുന്നു 2021 യു ഡി എഫിൻ്റെ അവിടുത്തെ കാൻഡിഡേറ്റ്. അപ്പോൾ യു ഡി എഫിൻ്റെ അവിടുത്തെ കാൻഡിഡേറ്റിന് 35,455 വോട്ട് മാത്രമാണ് കിട്ടിയത്. 3-ാം സ്ഥാനത്തായിരുന്നു. പ്രശാന്തിന് അന്ന് കിട്ടിയത് 61,000 ശിഷ്ട വോട്ട് പ്രശാന്തിന് കിട്ടി. വൻ ഭൂരിപക്ഷത്തോടു കൂടി അതെ. അപ്പോൾ ഇപ്പോഴും പ്രശാന്തിൻ്റെ കുറേ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പ്രശാന്ത് അവിടെ ഒരു ബന്ധം പ്രവർത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. പിന്നെ അത് മാത്രമല്ല, ഒരു ഈ പറഞ്ഞ നാളെ മുരളീധരൻ ജയിച്ചാലും അതിശയപ്പെടാനില്ല. കാരണം വട്ടിയൂർക്കാവ് എപ്പോഴും ഇങ്ങനെ ഈ ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ഗണത്തിൽപ്പെട്ട സംഗതിയാണ്, ഒരു മണ്ഡലമാണ്. എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്നൊരവസ്ഥ. കാര്യം അവിടെ ഈ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനും സർക്കാർ ഉദ്യോഗസ്ഥരും താമസിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം മുരളീധരൻ ജയിച്ചാൽ പോലും അവിടെ അതിശയപ്പെടാനില്ല. പക്ഷേ ഈ ശ്രീലേഖയുടെ ചാൻസാണ് ഇപ്പോൾ എല്ലാവരും വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വട്ടിയൂർക്കാവ് ബി ജെ പിയുടെ ഒരു ഷുവർ സീറ്റായിട്ട് കരുതപ്പെട്ടിരുന്നൊരു സീറ്റാണ്. പക്ഷേ അത് സാധ്യത കുറവാണ് ശ്രീലേഖയ്ക്ക് കാണുന്നത്. ദെൻ മറ്റൊരു മണ്ഡലം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ് കഴക്കൂട്ടം. ഒരു മുൻ കേന്ദ്രമന്ത്രിയാണ് അവിടെ കൊമ്പ് ഓർക്കുന്നത് മറ്റുള്ളവരുമായി. അപ്പോൾ അവിടെ കഴക്കൂട്ടത്തിന് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഭൂരിപക്ഷം ബി ജെ പി വരെ ഞെട്ടിപ്പോയി. എത്രയും വോട്ട് ഞങ്ങൾക്ക് 2ാം സ്ഥാനത്തെത്തി. കഴക്കൂട്ടമൊക്കെ പറഞ്ഞാൽ നേരത്തെ പിന്നെ യു ഡി എഫിൻ്റെ ഒക്കെ ഉള്ള സ്വാധീനമുള്ള മേഖലകളായിരുന്നു. അവിടെ 2ാം സ്ഥാനത്തേക്ക് പിന്നെ ശോഭാ സുരേന്ദ്രനെത്തി. അതായത് 29.6% വോട്ട് നേടിയിട്ടാണ് എത്തിയത്. 46.4% കടകംപള്ളിക്ക് കിട്ടിയത്. അപ്പോൾ കടകംപള്ളിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് കഴക്കൂട്ടത്ത് ഈ ഓരോ വോട്ടർമാരെയും നേരിട്ടറിയാവുന്ന രീതിയിൽ ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് കടകംപള്ളി. പക്ഷേ ഇപ്രാവശ്യം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം സമുദായ അംഗങ്ങൾ ധാരാളം ഉള്ളൊരു സ്ഥലമാണ്. അവിടെ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായിട്ട് വരുന്നത് ശരത്ചന്ദ്ര പ്രസാദാണ്. ശരത്ചന്ദ്ര പ്രസാദിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്ത് വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. ഇലക്ഷൻ്റെ തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. ഇപ്രാവശ്യം മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷ വോട്ടും യു ഡി എഫിൻ്റെ വെട്ടിയിലേക്ക് വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കടകംപള്ളി ആ വോട്ടുകൾ പോകുന്നത് മുഴുവൻ കടകംപള്ളിയുടെ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ കടകംപള്ളിയുടെ നിന്ന് ആ വോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ശബരിമല കേസിനകത്ത് വളരെ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് കടകംപള്ളിക്കുള്ളത്. കടകംപള്ളിയെ ചോദ്യം ചെയ്തിരുന്നു SIT. അപ്പോൾ കടകംപള്ളിയെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ ഈ മുസ്ലിം ഈ ഹിന്ദു ഭൂരിപക്ഷത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്നുള്ളൊരു ധാരണയും ഒക്കെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല പോറ്റിയുമായിട്ടുള്ള കടകംപള്ളിയുടെ ചിത്രങ്ങളും പോറ്റിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പിന്നെ ഒരു ചടങ്ങിന് പോയി സമ്മാനം കൊടുത്തതും ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടാണ്. അപ്പം അതുപോലെ തന്നെ വേറെ ചില കടകംപള്ളിയുടെ ചില ഓഡിയോ, അദ്ദേഹത്തിൻ്റെ ചില ഓഡിയോ ക്ലിപ്സും ഒക്കെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ കടകംപള്ളിയുടെ ഈ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മുസ്ലിം വോട്ടും കിട്ടാൻ സാധ്യത കുറവാണ്. ഈ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഒരു കൺസോളിഡേഷനും അവിടെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മുരളീധരന് സാധ്യത കൂടുകയാണ്
കഴക്കൂട്ടത്ത് നമ്മൾ പക്ഷെ കാണുന്നത്. മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായതുകൊണ്ട് ശരത്ചന്ദ്ര പ്രസാദിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവും. നമ്മളെ കുറച്ച് വോട്ട് ശരത്ചന്ദ്ര കിട്ടും. പ്രസാദ് കഴിഞ്ഞ പ്രാവശ്യം SS ലാലായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. ഉം. അദ്ദേഹത്തിന് 23.85% വോട്ടാണ് കിട്ടിയത്. അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം ശരത്ചന്ദ്ര പ്രസാദ് വാങ്ങും, നേടും. ഓക്കെ ഒന്നാമത്തെ കാര്യം ശരത്ചന്ദ്ര പ്രസാദ് എന്നുള്ള കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. രണ്ട്, ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായം ശരത്ചന്ദ്ര പ്രസാദിനായിരിക്കും വോട്ട് ചെയ്യുക. കാര്യം അവർക്ക് വേറൊരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല. ഓക്കെ കാരണം മുരളീധരന് വോട്ട് ചെയ്യില്ല, കടകംപള്ളിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. കാര്യം മുരളീധരന് വോട്ട് ചെയ്യുന്നതും കടകംപള്ളിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയാണെന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ ഇത്തവണ മുസ്ലിം ജനവിഭാഗം കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അവിടെ മുരളീധരന് അവിടെ കഴിഞ്ഞ പ്രാവശ്യം 29.6% വോട്ട് മാത്രമേ BJPക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും ഈ സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ മുരളീധരന് ആണ് അവിടെ ഒരു സാധ്യത കാണുന്നത്. പിന്നീടുള്ളത് ചാത്തന്നൂരാണ്. ചാത്തന്നൂര് ഏതാണ്ട് BJP ഒരു ഷുവർ സീറ്റായിട്ട് കണക്കാക്കുന്ന ഒരു മണ്ഡലമാണ്. ഗോപകുമാർ അല്ലേ അവിടെ മത്സരിക്കുന്നത്? അതെ, BB ഗോപകുമാർ. അദ്ദേഹം വളരെ പോപ്പുലറാണ്. ക്യാമ്പയിൻ അദ്ദേഹം ക്യാമ്പയിനിൽ ഇഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് പല കോൺഗ്രസ് സുഹൃത്തുക്കളും പറയുന്നത്. എനിക്ക് അതിലാണ് ഒരു അവിടെയും ഈ ഒരു ഇക്വേഷൻ പലയിടത്തും ഇത്തരം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗോപകുമാർ അവിടുത്തെ ഏറ്റവും പോപ്പുലർ കാൻഡിഡേറ്റ് ആരാണെന്ന് വെച്ചാൽ ഗോപകുമാർ തന്നെയാണ്. കാരണം അവിടെ ഈ CPM വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഗോപകുമാറിനെ കുറിച്ച് മോശം അഭിപ്രായമുള്ളവരോ നല്ല അഭിപ്രായമുള്ള, മോശം അഭിപ്രായം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഗോപകുമാറിനെ കുറിച്ച് നല്ല അഭിപ്രായമുള്ള വ്യക്തികളാണ്. അപ്പോൾ ഗോപകുമാർ ചാത്തന്നൂര് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അധ്യാപകനൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം 30.61% വോട്ട് വാങ്ങി 2ാം സ്ഥാനത്തെത്തി. അവിടെ ജയലാൽ എന്ന് GS ജയലാൽ CPയുടെ അദ്ദേഹം നേടിയത് 43.12% അവിടെയും ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായങ്ങളുള്ളൊരു സ്ഥലമാണ്. മനസ്സിലായത്? അത് ഇപ്രാവശ്യം അത് രാജേന്ദ്രൻ നല്ല കാൻഡിഡേറ്റാണ്. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ CPIക്ക് അവിടെ നിർത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്. പേഴ്സണൽ ലെവലിൽ അദ്ദേഹത്തിനൊക്കെ കൂടുതൽ വോട്ട് കിട്ടാവുന്നതാണ്. പക്ഷേ ഈ ഒരു മാറിയ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ മൈനോറിറ്റീസിൻ്റെ, അത് സൂരജിൻ്റെ വോട്ടിനെ വർദ്ധിപ്പിക്കും. സൂരജ് രവിയുടെ കാര്യം അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നത് സൂരജ് രവിക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ചാത്തന്നൂര് ഒരു അത്ഭുതം സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേങ്കിൽ ഈ കൊല്ലവും തിരുവനന്തപുരവും BJPക്ക് 2 or 3 സീറ്റുകൾ അസംബ്ലിയിലേക്ക് ചിലപ്പോൾ കൊടുത്തേക്കാൻ സാധ്യതയുണ്ടോ. അതാണ് നമ്മളിപ്പോൾ ഈ 2 ജില്ലകളിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നൊരു സംഗതി. അത് ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യമായിരിക്കും അതിന് കാരണമാകുന്നത്. തിരുവനന്തപുരം തൊട്ട് കൊല്ലം വരെയുള്ള തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ ഏതാണ്ട് നമ്മൾ കവർ ചെയ്യും. അതായത് പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ വ്യക്തമായൊരു അതിനകത്തൊരു ക്ലീൻ സ്വീപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇരു മുന്നണികൾക്കും LDFനും UDFനും അവകാശപ്പെടാൻ പറ്റില്ല. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് അങ്ങനെ പറയാൻ പറ്റുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം. UDFന് അനുകൂലമായിട്ടുണ്ടെന്ന് പറയുന്ന ഒരു തരംഗ സാന്നിധ്യം അത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത മണ്ഡലങ്ങളിൽ UDFനും അതോടൊപ്പം തന്നെ LDFനും ഒരേപോലെ ദോഷമായി വരും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് BJPക്ക് അനുകൂലമായി വരികയും ചെയ്യും.